ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബിൾസ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു കോക്കനട്ട് ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ പ്ലെയിൻ ബിരിയാണി ഇട്ട് വന്നിട്ടുണ്ട്, ചിക്കൻ ബിരിയാണി ഇട്ട് വന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ബിരിയാണികളായിട്ട് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഈ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് അങ്ങനത്തെയൊക്കെ ബിരിയാണികൾ ചിലപ്പോൾ ഒരേ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ തന്നെയാവും ചേർക്കണത്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയ പ്ലെയിൻ ബിരിയാണി ആയാലും ഇപ്പം ഉണ്ടാക്കാൻ പോണ കോക്കനട്ട് ബിരിയാണി ആയാലും വെജ് ബിരിയാണി ഒക്കെ സെപ്പറേറ്റ് ഇൻഗ്രീഡിയൻസ് ആണ്, വേറെ വേറെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിട്ടുള്ളത്. അത് ചിലപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന്. അപ്പോൾ നല്ല രുചിയുള്ള ഒരു കോക്കനട്ട് ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. കോക്കനട്ട് ബിരിയാണി എന്ന് വിചാരിക്കുമ്പോൾ ഈ തേങ്ങ കരച്ചിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടും, എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഓടും. എന്ത് ബിരിയാണി ഇപ്പോൾ ഇത് അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ അത് ഉണ്ടാക്കി കഴിച്ചാൽ തന്നെ അതിൻ്റെ രുചി അറിയുള്ളൂ. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾ ഫ്രണ്ട്സ് ആൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള കോക്കനട്ട് ബിരിയാണിയാണ് ഇന്നത്തെ താരം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ബിരിയാണിക്ക് ആവശ്യമുള്ള കൈമ റൈസ് ഞാൻ വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് അരിയാണ് ഇത്. പിന്നെ മല്ലിച്ചപ്പ്, പുതിന, പച്ചമുളക് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സവാള വേണം, കിസ്മിസ് വേണം, കാജു വേണം, അണ്ടിപ്പരിപ്പ് വേണം. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഐറ്റമാണ്, അങ്ങനെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ കാൽ തേങ്ങ കഷ്ണവും പിന്നെ 1 സ്പൂണ് മല്ലി, പിന്നെ ചെറിയ ഉള്ളിയും 1 സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്തിരി സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. 2 ഗ്ലാസ് അരിക്ക് കാൽ തേങ്ങ മാത്രം മതി ട്ടാ. പിന്നെ നെയ്യ് വേണം. അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മുടെ ചിക്കൻ മസാല 2 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, ഉപ്പ്. പിന്നെ ഞാൻ ഒരു 10 ചുവന്ന മുളക് വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ തക്കോല, അങ്ങനത്തെ ഉണ്ടല്ലോ, പെരിഞ്ചീരകം, ഉപ്പ്, ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഈ ഇതിലിടാൻ വേണ്ടിയിട്ട് നെയ്യിലിട്ടിട്ട് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മൂപ്പിച്ചെടുക്കാൻ വേണം ആ സാധനങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇത് അരയ്ക്കാനുള്ളത് ഞാൻ ഒക്കെ റെഡിയാക്കിയിട്ട് പേസ്റ്റാക്കിയിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് പാത്രത്തേക്ക്. കുക്കറിലാണ് ഞാൻ വയ്ക്കുന്നത്. കുക്കറിൽ 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്ര 1 സ്പൂൺ എടുത്തിട്ട് ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാജു, കിസ്മിസ് ഇതെല്ലാം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടി സവാള ഇത് നമുക്ക് മേപ്പിട്ട് ദമ്മിടുമ്പോൾ മേപ്പിട്ടിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം കിസ്മിസ് ഇട്ട് പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് സവാള ഇട്ടിട്ട് വഴറ്റി വേണമെങ്കിൽ ഈ സമയത്ത് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി ബ്രൗൺ കളറായിട്ട് കിട്ടും. അപ്പോൾ അത് ഞാനിവിടെ 2-3 ഐറ്റം ഫ്രൈ ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ആ നെയ്യിലേക്ക് തന്നെ പട്ട, ബലീഫ്, നമ്മുടെ പെരിഞ്ചീരകം, അതുപോലെ ഏലക്ക, പിന്നെ ഗ്രാമ്പൂ, പിന്നെ സ്റ്റാർ ഇല്ലേ അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിങ്ങനെ പൊട്ടും, നമ്മുടെ അതാണ്ട പൊട്ടിത്തെറിക്കണ ആ മുഖം അടുത്തൊന്നും വെക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ മസാല അരച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ തേങ്ങിട്ട് അരച്ചില്ലേ, പിന്നെ ഞാൻ പാത്രത്തിൽ കാണിച്ചില്ലേ സാധനങ്ങൾ എന്തൊക്കെയാണ് അരക്കേണ്ടതെന്ന്, ആ കൂട്ടുകൾ അന്ന് നന്നായി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ മുളകും കൂടിയിട്ട് ചേർത്ത് അരയ്ക്കണം കേട്ടോ. കുതിരാൻ വെച്ച മുളകും കൂടിയിട്ട് ചേർത്തിട്ടാണ് അരയ്ക്കേണ്ടത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് അരയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറണം. ഇപ്പോഴൊന്നും ഇതിൽ വെള്ളം ഒഴിക്കരുത്, നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കില്ല, ആ വെള്ളം മാത്രം മതി. എന്നിട്ട് ഇത് നന്നായി അരച്ചിട്ടുള്ളത് പേസ്റ്റ് നെയ്യ് കിടന്നിട്ട് നന്നായിട്ട് മൂത്ത് വരണം. ഒരു പച്ചമണമൊക്കെ മാറി ഒന്ന് റെഡി ആയിട്ട് വരണം. അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ മസാല കാര്യങ്ങളൊക്കെ ഇടുന്നത്. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഈ സമയത്ത് മൂത്ത് വരുമ്പോൾ നമ്മൾ തീ നന്നായി കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ ഇടവരും. മൂത്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. 2 സ്പൂണ് വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത്ര മതി. നമ്മൾ ആദ്യം ഉപയോഗിച്ച നെയ്യും പിന്നെ ഈ വെളിച്ചെണ്ണയിലും കിടന്നിട്ട് മസാല നന്നായി മൂത്ത് വരണം. ഇത് നമ്മുടെ മറ്റ് മസാല, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മൾ ബിരിയാണി മസാല
പാക്കറ്റിൽ കിട്ടില്ലേ, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. തീ നന്നായി കുറച്ച് നന്നായി മൂപ്പിച്ച് വഴറ്റി എടുക്കുക. മനസ്സിലായി? വേറെ ഒന്നും ചേർക്കരുത്. ഞാൻ പച്ചമല്ലി അരച്ചെടുത്തതാണ്, നമ്മൾ വറുത്ത മല്ലി ഒന്നും ചേർക്കണില്ല. ആ ഒരു സ്പൂണ് മല്ലി തന്നെ ഉള്ളൂ, വേറെ പൊടികളൊന്നും ഇടണില്ല. പിന്നെ ഉപ്പ് ഞാൻ കുറച്ച് ഈ മസാലയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചേർത്താണ്. പിന്നെ നമ്മൾ അരി ഇടുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വേവിക്കുക വേണ്ടത് കേട്ടോ. എന്നാൽ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മുടെ മിക്സിയിൽ ഉള്ള അരപ്പ് കൂടിയിട്ട് 1 ഗ്ലാസ് വെള്ളം ഇതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ആ വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ അമ്മി കഴുകിയിട്ടുണ്ടെങ്കിൽ വെള്ളം എടുക്കില്ല, അതുപോലെ തന്നെ മിക്സി കഴുകിയിട്ടുള്ള വെള്ളം എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം ഉണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ 3 പച്ചമുളക് കീറിയിട്ടുള്ളതാണ്, അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് അങ്ങനെ മല്ലിച്ചപ്പ്, പുതിന കുറച്ച് ഒരു ചെറിയ പിടികളായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ വരുന്നുകൊണ്ടിരിക്കേണ്ടത്. ഈ സമയത്താണ് നമ്മൾ മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുക്കേണ്ടത്. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പരിപാടികൾ, നമ്മളെ കോക്കനട്ട് ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ സംഭവം. അപ്പോൾ ഈ നന്നായിട്ട് തിള വരട്ടെ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്ന ചൂടുവെള്ളമാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഞാൻ. അപ്പോൾ ഞാൻ പിന്നെ വെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടും മുന്നേ നമ്മുടെ അരി ഇട്ട് കൊടുക്കണം. കുതിരാൻ വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കണം. നിങ്ങൾ എത്രയാണോ അരി ചേർക്കണം, ഒരു 4 ഗ്ലാസ് അരിയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം ചേർക്കണം. അങ്ങനെയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞു ഗ്ലാസ്സിലുള്ള വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി ഇങ്ങനെ തിള വന്നിട്ട് ഒന്ന് വറ്റിയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് പിന്നെ അരി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ്, ഈ സമയത്ത് നമുക്ക് ഉപ്പിടാം, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വെള്ളവും ഒഴിച്ചു കൊടുക്കുക. തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്, പച്ചവെള്ളമല്ല. ആദ്യം ഞാൻ ഒഴിച്ചത് പച്ചവെള്ളമായിരുന്നു, അത് തിളച്ചതിന് ശേഷമാണ് അരി ഇട്ടത്. ഇപ്പം ഞാൻ തിളച്ച വെള്ളമാണ് എടുത്ത് വെച്ചത്, അളന്നെടുത്ത് വെച്ചിട്ടുള്ള വെള്ളമാണ്. അത് ഞാൻ ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ചെറുങ്ങനെ ഇതിങ്ങനെ തിള വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുക്കും കൂടി ചെയ്യുകയാണ്. നമ്മൾ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്, ഓൾറെഡി ചൂടാണ്. എന്നിട്ട് ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ അരി അങ്ങനെ വെന്ത് വരുന്നുണ്ട്, നന്നായി വെന്ത് കുറുകി മസാലയിൽ കിടന്ന് അരിക്ക് വെന്ത് വരുന്നുണ്ട്. ഒരു 3/4 വേവാവണ വരെ നമ്മളിത് അരി വേവിച്ചെടുക്കണം. എന്നിട്ട് ഇതാ വെള്ളം വറ്റി വരുന്നുണ്ട്. ഈ 3/4 വേവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇതൊന്ന് സെറ്റാക്കി കൊടുത്ത് ഇതിൻ്റെ മേലെ കാഷ്നട്ടും മുന്തിരി, മല്ലിച്ചപ്പ്, പുതിന ഇതൊക്കെ ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് നമ്മുടെ മസാലയില്ലേ ഇതിൻ്റെ ബിരിയാണി മസാല വേണമെങ്കിൽ തൂകാട്ടോ. അതൊരു ടിപ്പാണ്. വേണമെങ്കിൽ തൂകാം, ഇല്ലെങ്കിൽ ആ ഒരു ആവശ്യമില്ല. നമ്മളെടുത്ത് വെച്ച് തന്നെ ഉള്ളത്. ഞാൻ ഇട്ട് കൊടുത്ത് നന്നായി തീ കുറച്ച് നന്നായി വെള്ളം വറ്റി, എന്നാലും ഇങ്ങനെ അവിടെ ഇങ്ങനെ പിളപിളാന്നുള്ള ഇതാവുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ഫ്രൈ ചെയ്ത ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്ത് എന്നിട്ട് ഞാനിത് മൂടി വെക്കാൻ വേണ്ടി പോവുക. ഇത് 3/4 വേവായിട്ടുള്ളൂ. ബാക്കി 1/4 വേവും കൂടിയും നമ്മൾ ഈ ദമ്മി കിടന്നിട്ട് വെന്ത് കിട്ടണം. ഞാനിപ്പോൾ ഞാൻ കുക്കറിൻ്റെ അടുപ്പ് വെച്ചിട്ട് അടച്ച് വെച്ചിരിക്കാൻ പോവുകയാണ്. അതിന് ശേഷം ഞാനിതായതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ അടച്ച് വെച്ചിട്ട് കുക്കറിൻ്റെ വിസിൽ വെച്ചിട്ടുണ്ട്. തീ നന്നായി കുറച്ച് ഒരു 2-3 മിനിറ്റ് വെക്കുക. അതിന് ശേഷം ഓഫ് ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എടുത്തിട്ട് ഇത് ഉപയോഗിക്കുക. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ ഒരു 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് എടുത്തിട്ടുള്ളത്, ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടില്ലേ, നല്ല മണമാണ് കേട്ടോ ഇവിടെ പറക്കണേ. അപ്പോൾ നല്ല ചൂടാന്നുള്ള ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്, കോക്കനട്ട് ബിരിയാണി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഈ കുഞ്ഞു ബിരിയാണി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സപ്പോർട്ട് ഫോർ മൈ ചാനൽ.